യഥാർത്ഥത്തിൽ സാധാരണ തിരഞ്ഞെടുപ്പൊക്കെ കഴിയുമ്പോൾ പൊതുവേ പല സ്ഥലങ്ങളിൽ സംഘർഷം ഉണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പിൻ്റെ നിലയെടുത്ത് നോക്കിയാൽ സാമാന്യഗതിയിൽ സംഘർഷമില്ലാത്തൊരു തിരഞ്ഞെടുപ്പാണ്. വളരെ അപൂർവമായ ചില പ്രദേശങ്ങളിലാണ് ചില ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്പോരും ചെറിയ സംഘർഷങ്ങളും അതൊരു വ്യാപകമായിട്ടുള്ളതാണെന്നൊന്നും പറയാൻ സാധിക്കില്ല. താരതമ്യേന അത്തരത്തിലുള്ള സംഭവങ്ങൾ കുറഞ്ഞ തിരഞ്ഞെടുപ്പാണിത്. അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇന്നത്തെ നിലയെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. സംഘർഷങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രേരണ ഒരു കാരണവശാലും ആരും നൽകരുത്. കണ്ണൂർ ജില്ലയിൽ സംഘർഷങ്ങൾ പൊതുവേ കുറവാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യങ്ങളെ നമുക്കെല്ലാം ചേർന്ന് കാത്തു സൂക്ഷിക്കണം. കണ്ണൂരിനെ കളങ്കപ്പെടുത്താൻ ഒട്ടനവധി പേര് ഇതിനു മുമ്പ് ഒട്ടനവധി വ്യാജ പ്രചരണങ്ങളും കണ്ണൂർ വിരുദ്ധ പ്രചാരവേലകളും ഒക്കെ നടത്തിയിരുന്നു. ഇപ്പോഴതൊക്കെ കാലഹരണപ്പെട്ടുപോയി. നല്ലൊരു അന്തരീക്ഷമാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നുന്നു വെണ്ടിട്ടായി ഉണ്ടായിട്ടുള്ള ഒരു സംഭവത്തെക്കുറിച്ചാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ അവിടെ പോയോ? ആ സംഭവം നടന്ന സ്ഥലത്ത് പോയോ? അവിടെ പോയിട്ടാണോ നിങ്ങൾ ഇത്തരത്തിലൊരു പരാതി ഉന്നയിക്കുന്നത്? ഞാനവിടെ പോയിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാരവിടെ പോയി. അവരിൽ നിന്നും ഇത്തരം ഒരു സംഭവത്തെക്കുറിച്ച് കേട്ട് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം, അവരിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് സാധാരണഗതിയിലുള്ള കാരണം ഈ ക്രിസ്തുമസൊക്കെ വരുമ്പോൾ ഈ നാട്ടിൻപുറങ്ങളിലൊക്കെ ഈ പുതുവർഷാഘോഷം അതിൻ്റെ ഭാഗമായിട്ട് ഈ ഓലപ്പടക്കങ്ങളും അതുപോലെ തന്നെ കെട്ടുപടക്കങ്ങളും ഒക്കെ ഉണ്ടാക്കും. ചില സമയങ്ങളിൽ അത് അപകടം ഉണ്ടാക്കിയിട്ടുമുണ്ട്. അങ്ങനെ ഉണ്ടാക്കാൻ പാടില്ലാത്തതാണ്, നിയമവിരുദ്ധമായി. പക്ഷെ നമ്മളെ നാട്ടിൽ ഒരു പഴയകാലം തന്നെ ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ പടക്കം വാങ്ങി കടകളിൽ പോയി പടക്കം വാങ്ങി പൊട്ടിക്കുക എന്നുള്ളതിന് അപ്പുറം സ്വമേധയാ തന്നെ ഇത്തരം ഒക്കെ പടക്കം ഉണ്ടാക്കിയിട്ട് പടക്കം പൊട്ടിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. വെണ്ടിട്ടായിൽ യഥാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള ബോംബ് സ്ഫോടനവുമല്ല. അവിടെ ഒരു സാധാരണഗതി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സാധാരണഗതിയിലുള്ള ഒരു ചരട് കൊണ്ട് കെട്ടി ആ ചരട് കൊണ്ട് കെട്ടി ഉണ്ടാക്കുന്ന പടക്കം ആ കെട്ട് അല്പം മുറുകിപ്പോയാൽ സ്ഫോടനം ഉണ്ടാകും. അതിൻ്റെ വളരെ പ്രാക്ടിക്കലായി അനുഭവസ്ഥരല്ലെങ്കിൽ അപകടം ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു അപകടമാണ്. ആ അപകടത്തെ ബോംബ് സ്ഫോടനമായും ആക്രമണോത്സുകമായിട്ടുള്ള തയ്യാറെടുപ്പാണെന്നൊക്കെ വ്യാഖ്യാനിച്ച് ദയവ് ചെയ്ത് നമ്മുടെ സമാധാന അന്തരീക്ഷത്തെ ആരും തകർക്കരുത്. ഈ കണ്ണൂരിൻ്റെ സമാധാനവും കണ്ണൂരിൻ്റെ ഇന്നത്തെ അന്തരീക്ഷവും നമുക്ക് കൂടുതൽ ശക്തിപ്പെടുത്തിയെടുക്കാൻ കഴിയണം. അതാണ് CPM ആഗ്രഹിക്കുന്നത്. അതിനനുസരിച്ചാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.